ഇന്നത്തെ വീഡിയോ 10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ്. ഈ ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ 27ാമത്തെ പേജിലെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 4ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് ഇന്ന് ചെയ്യുന്നത്. മുമ്പുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെ 4th ക്വസ്റ്റ്യൻ, ദ സം ഓഫ് ദ 11th and 21st ടൈംസ് of an arithmetic sequence is 80. What is the 16th term? ഒരു സമാന്തര ശ്രേണിയുടെ 11ാം പദത്തിൻ്റെയും 21ാം പദത്തിൻ്റെയും തുക 80 ആണ്. ഇതിൻ്റെ 16ാമത്തെ ടേം എത്ര ചെയ്ത് നോക്കാം. ഇവിടെ 11th ടേം 11ാം പദം 11th ടേം പ്ലസ് 21st ടേം 21ാമത്തെ ടേം. ഈ രണ്ട് ടേമുകളുടെയും തുക നമുക്ക് 80 എന്ന് തന്നിട്ടുണ്ട്, 80 ആണ്. അപ്പോൾ ഇവിടെ ആലോചിച്ച് നോക്കുക, 11ാമത്തെ പദത്തിൻ്റെയും 21ാമത്തെ പദത്തിൻ്റെയും മിഡിൽ ടേം അത് 16ാമത്തെ ടേമാണ്. അപ്പോൾ 16th ടേമാണ് മിഡിൽ ടേം. 16th ടേം ഈസ് ഈക്വൽ ടു, അതായത് മിഡിൽ ടേം. മിഡിൽ ടേമിനെ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് സമ്മ് കിട്ടുന്നത്. അപ്പോൾ സമ്മിനെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മിഡിൽ ടേം കിട്ടും. ഇവിടെ സമ്മ് 80 ആണ്. 80 ഡിവൈഡഡ് ബൈ, ഇവിടെ എണ്ണം 2, മൊത്തം 11 മുതൽ 21 വരെയുള്ള ടൈമല്ല, 11ാമത്തെ ടൈം 21ാമത്തെ ടൈം മാത്രമാണ്. അപ്പോൾ അവിടെ 2 ടൈമാണുള്ളത്. അപ്പോൾ 80/2 ഈക്വൽ ടു 40 എന്ന് കിട്ടും. ഇവിടുത്തെ മിഡിൽ ടൈം, അതായത് 16th ടൈം 40 ആണ്, 40. ഇതിലെ 5th ക്വസ്റ്റ്യൻ, 5ാമത്തെ ചോദ്യം, ദി ആംഗിൾസ് ഓഫ് എ പെൻഡഗൺ ആർ ഇൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഒരു പഞ്ചഭുജത്തിന്റെ ആംഗിൾ, കോണുകൾ സമാന്തര ശ്രേണിയിലാണ്. അതിൽ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ, ദ ആംഗിൾസ് ആർ റിട്ടൺ അക്കോർഡിംഗ് ടു ദെയർ മാഗ്നിറ്റ്യൂഡ്. വാട്ട് വുഡ് ബി ദ തേർഡ് ആംഗിൾ? അരിത്തമെറ്റിക് സീക്വൻസിലാണ്, അതിൻ്റെ അളവനുസരിച്ചിട്ട് ആംഗിൾ എഴുതിയാൽ, കോണുകളെല്ലാം ഈ സമാന്തര ശ്രേണിയിൽ എഴുതിയാൽ അതിൽ 3ാമത്തെ ആംഗിൾ എത്രയായിരിക്കും? സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇഫ് ദ സ്മോളസ്റ്റ് ആംഗിൾ ഈസ് 40, വാട്ട് ആർ ദ അതർ ആംഗിൾസ്? ഏറ്റവും ചെറിയ ആംഗിൾ 40 ആണെങ്കിൽ മറ്റ് കോണുകൾ എത്രയൊക്കെ ആയിരിക്കും? തേർഡ്, ക്യാൻ ദ സ്മോളസ്റ്റ് ആംഗിൾ ബി 36? ഏറ്റവും ചെറിയ ആംഗിൾ 36 ഡിഗ്രി ആകാൻ പറ്റുമോ? 36 ഡിഗ്രിയാണ് ഏറ്റവും ചെറിയ ആംഗിൾ എടുക്കുന്നതെങ്കിൽ അങ്ങനെ നമുക്കൊരു പെൻഡഗൺ ഉണ്ടാക്കാൻ പറ്റുമോ? നമുക്ക് ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ പെൻഡഗണിൻ്റെ ആംഗിൾസ്, നമ്പർ ഓഫ് ആംഗിൾസ് ഈക്വൽ ടു 5 ആണ്, കാരണം പെൻഡഗൺ ആണ്. ഇനി നമുക്ക് സമ്മ് കണ്ടുപിടിക്കണം. സം ഓഫ് ആംഗിൾസ് ഈക്വൽ ടു, നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള ഇക്വേഷൻ, സം ഓഫ് ആംഗിൾസ്. ഇവിടെ തന്നെ 10ാം ക്ലാസ്സിൽ തന്നെ ഈ ചാപ്റ്ററിൽ തന്നെ ആദ്യം നമ്മൾ പെൻഡഗണിൻ്റെ കണക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. n-2 × 180 ആണ് ആംഗിൾ സമ്മ്. അപ്പോൾ സം ഓഫ് ആംഗിൾസ് ഈക്വൽ ടു n-2 × 180 എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. ഈക്വൽ ടു n-2, 5 ആംഗിൾ ആണുള്ളത്. അപ്പം y-2 × 180 ഈക്വൽ ടു 3 × 180 ഈക്വൽ ടു 540. 540 ഡിഗ്രിയാണ് ഇതിൻ്റെ സമ്മ്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ആംഗിൾസ് എല്ലാം, ഇത് റെഗുലർ പെൻഡഗൺ അല്ല, ആംഗിൾസ് എല്ലാം വ്യത്യാസമുണ്ട്. പക്ഷേ ആംഗിളുകളെല്ലാം കൂടി പോകുന്നത് അതൊരു അരിത്തമെറ്റിക് സീക്വൻസിലാണ്, സമാന്തര ശ്രേണിയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മിഡിൽ ടേം ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് വാട്ട് വുഡ് ബി ദ തേർഡ് ആംഗിൾ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം, തേർഡ് ടൈം, 4th ടൈം, 5th ടൈം, അങ്ങനെ 5 ടൈം ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറഞ്ഞെങ്കിൽ തേർഡ് ടൈം ആണ്. അപ്പോൾ തേർഡ് ടൈം അതിലെ മിഡിൽ ടൈം ആയിരിക്കും. അപ്പോൾ തേർഡ് ടൈം അത് മിഡിൽ ടൈം തന്നെ ആയിരിക്കും. ഈക്വൽ ടു, അത് സമ്മിനെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും, കാരണം മിഡിൽ ടൈം ഇൻറ്റു എണ്ണമാണ് സം. അപ്പം സമ്മ് നമുക്ക് 540 എന്നറിയാം, ബൈ 5 ടൈം ആണുള്ളത്, ഈക്വൽ ടു 108 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടുത്തെ തേർഡ് ആംഗിൾ ഈക്വൽ ടു 108 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടും. ഇനി ഇതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇഫ് ദ സ്മോളസ്റ്റ് ആംഗിൾ ഈസ് 40 ഡിഗ്രി, വാട്ട് ആർ ദി അതർ ആംഗിൾസ്? ഏറ്റവും ചെറിയ ആംഗിൾ 40 ഡിഗ്രി ആണെങ്കിൽ മറ്റ് ആംഗിളുകൾ എത്രയായിരിക്കും? ചെയ്ത് നോക്കാം. ഇവിടെ സ്മോളസ്റ്റ് ആംഗിൾ നമുക്ക് ഫസ്റ്റ് ടൈം ആയിട്ട് വിചാരിക്കാം, അത് 40 ഡിഗ്രിയാണ്. ഇനി നമുക്കൊരു കാര്യം അറിയാം, കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്,
തേർഡ് ടേം നമുക്കറിയാം, അത് 108 ഡിഗ്രിയാണ്, 108 ആണ്. ഇനി ഈ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടിയാലാണ് മൂന്നാമത്തെ ടേമിലേക്ക് എത്തുക. അപ്പോൾ ഇവിടെ 40 + 2d 2 ഇൻറ്റു കോമൺ ഡിഫറൻസ് ഈക്വൽ ടു 108 ആണ്. അപ്പോൾ 2d ഈക്വൽ ടു 108 മൈനസ് 40 ആണ്, ഈക്വൽ ടു 68 നമുക്ക് കിട്ടും. Therefore ഇവിടെ d കോമൺ ഡിഫറൻസ് d is equal to 68 divided by 2 ആണ്, ഈക്വൽ ടു അത് 34 ആണ്. അപ്പോൾ നമ്മുടെ മറ്റ് ആംഗിളുകൾ കോമൺ ഡിഫറൻസ് 34 ആണ്, ഫസ്റ്റ് ആംഗിൾ 40 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് ആയിട്ട് ആംഗിൾ എഴുതുമ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് ഈക്വൽ ഫസ്റ്റ് ആംഗിൾ 40 ഡിഗ്രി, 40, നെക്സ്റ്റ് ആംഗിൾ 40ൻ്റെ കൂടെ 34 കൂട്ടുക, 40 34 74 ഡിഗ്രി. മൂന്നാമത്തെ ആംഗിൾ വീണ്ടും 34 കൂട്ടുക, അല്ലെങ്കിൽ നമുക്കറിയാം 108 ഡിഗ്രി. നാലാമത്തെ ആംഗിൾ 108ൻ്റെ കൂടെ വീണ്ടും 34 കൂട്ടുക, 142 ഡിഗ്രി. വീണ്ടും അടുത്ത ആംഗിൾ 176 ഡിഗ്രി. ഇവിടെ നമുക്ക് ഫസ്റ്റ് ആംഗിൾ, അതായത് ഇതിൻ്റെ ഫസ്റ്റ് ടൈം 40 എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. തേർഡ് ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചിട്ട് തേർഡ് ടൈം. അപ്പോൾ തേർഡ് ടൈമും ഫസ്റ്റ് ടൈമും ഉപയോഗിച്ചിട്ട് നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചു. കോമൺ ഡിഫറൻസ് 34 ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടൈമും നമുക്കറിയാമെങ്കിൽ ബാക്കി ഏത് ടൈം നമുക്ക് കാണാം. അപ്പോൾ കോമൺ ഡിഫറൻസ് കൂട്ടി എഴുതുന്നു. 40 + 34 74, വീണ്ടും 34 കൂട്ടി 108, വീണ്ടും 34 കൂട്ടി 142, വീണ്ടും 34 കൂട്ടി 176 ഡിഗ്രി. അപ്പോൾ നമ്മൾ 5 ആംഗിളുകളും കണ്ടുപിടിച്ചു. ഇനി ഇതിലെ തേർഡ് സബ് ക്വസ്റ്റ്യൻ, ക്യാൻ ദ സ്മോളസ്റ്റ് ആംഗിൾ ബി 36 ഡിഗ്രി? ചെറിയ ആംഗിൾ 36 ആവാൻ പറ്റുമോ? ഇവിടെ സ്മോളസ്റ്റ് ആംഗിളും ലാർജസ്റ്റ് ആംഗിളും കൂട്ടി അതിൻ്റെ പകുതി എടുത്താൽ നമുക്ക് കിട്ടുന്ന മിഡിൽ ടൈം ആയിരിക്കും. അത് ഫസ്റ്റ് ടൈം ലാസ്റ്റ് ടൈം കൊടുത്താൽ, അപ്പോൾ അത് മിഡിൽ ടൈം ആയിരിക്കും. അപ്പോൾ ഈ പ്രോഗ്രഷൻ്റെ, ഈ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ മിഡിൽ ടൈം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് മൂന്നാമത്തെ ടൈം നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ എവിടെ ഏതെടുത്താലും മിഡിൽ ടൈം നമുക്ക് 108 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്മോളസ്റ്റ് ആംഗിൾ പ്ലസ് ലാർജസ്റ്റ് ആംഗിൾ ഈക്വൽ ടു മിഡിൽ ടൈം ഇവിടെ 108 ആണ്, 108. അപ്പോൾ ഈ രണ്ടിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം, ഇൻറ്റു 2 ഈക്വൽ ടു 216 ഡിഗ്രിയാണ് ഈ സ്മോളസ്റ്റ് ആംഗിളും ലാർജസ്റ്റ് ആംഗിളും തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നത്. ഇനി സ്മോളസ്റ്റ് ആംഗിൾ 36 ഡിഗ്രി ആകുമോ എന്നാണ് ക്വസ്റ്റ്യനിൽ. അപ്പോൾ സ്മോളസ്റ്റ് ആംഗിൾ 36 ആണെങ്കിൽ ലാർജസ്റ്റ് ആംഗിൾ ഈക്വൽ ടു സ്മോളസ്റ്റ് ആംഗിളും ലാർജസ്റ്റ് ആംഗിളും കൂടെ കൂട്ടിയാൽ നമുക്ക് 216 ഡിഗ്രി കിട്ടും. സ്മോളസ്റ്റ് ആംഗിൾ 36 ഡിഗ്രി ആണെങ്കിൽ അപ്പോൾ ലാർജസ്റ്റ് ആംഗിൾ 216 മൈനസ് ഈ 36 ആയിരിക്കും. അത് ഈക്വൽ ടു 180 ഡിഗ്രിയാണ്. അപ്പോൾ ലാർജസ്റ്റ് ആംഗിൾ 180 ഡിഗ്രി ആകുമെന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയിൽ നമുക്കവിടെ ആംഗിൾ ആയിട്ട് എടുക്കാൻ പറ്റില്ല, അതൊരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. അപ്പോൾ ഒരു പെൻഡഗണിൻ്റെ ഒരു ആംഗിൾ ഒരിക്കലും നമുക്ക് 180 ഡിഗ്രി ആവാൻ പാടില്ല. കാരണം 180 ഡിഗ്രി എന്നൊരു ആംഗിൾ പറഞ്ഞാൽ സ്ട്രേറ്റ് ലൈൻ ആയിട്ട് പോകും, അവിടെ പെൻഡഗൺ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അതായത് 36 ഡിഗ്രിയാണ് സ്മോളസ്റ്റ് ആംഗിൾ എങ്കിൽ, ഇത് അരിത്തമെറ്റിക് സീക്വൻസിലാണെങ്കിൽ അവിടെ ലാർജസ്റ്റ് ആംഗിൾ 180 ആയിരിക്കും. ഇവിടെ അരിത്തമെറ്റിക് സീക്വൻസിലാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അരിത്തമെറ്റിക് സീക്വൻസിലാണ്, അപ്പോൾ 36 ഡിഗ്രി ചെറിയ ഇതിൻ്റെ ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ സ്മോളസ്റ്റ് ആംഗിൾ 36 ഡിഗ്രി ആകാൻ പറ്റുമോ എന്നാണ് ചോദ്യം. 36 ഡിഗ്രി ആകുമെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് ആയതുകൊണ്ട് തന്നെ, സമാന്തര ശ്രേണി ആയതുകൊണ്ട് തന്നെ സ്മോളസ്റ്റ് ആംഗിൾ 36 ആകുമ്പോൾ ലാർജസ്റ്റ് ആംഗിൾ 180 ഡിഗ്രി ആയേ പറ്റൂ. അങ്ങനെ ലാർജസ്റ്റ് ആംഗിൾ 180 ഡിഗ്രി ആയി കൊണ്ട് ഒരു പെൻഡഗൺ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സ്മോളസ്റ്റ് ആംഗിൾ 36 ഡിഗ്രി ആവാൻ പാടില്ല. ദി ഇന്നർ ആംഗിൾ ഓഫ് എ പോളിഗൺ കനോട്ട് ബി 180 ഡിഗ്രി. ദ ഇന്നർ ആംഗിൾ ഓഫ് എ പോളിഗൺ കനോട്ട് ബി 180 ഡിഗ്രി. So the smallest angle cannot be 36 ഡിഗ്രി. ഇന്നർ ആംഗിൾ ഒരിക്കലും 180 ഡിഗ്രി ആവാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സ്മോളസ്റ്റ് ആംഗിൾ, ചെറിയ ആംഗിൾ 36 ഡിഗ്രി ആവാൻ. The measure of the smallest angle in a pentagon is
ഓൾവേസ് ഗ്രേറ്റർ ദാൻ 36 ഡിഗ്രി. 36 ഡിഗ്രിയേക്കാൾ കൂടുതലായാൽ മാത്രമേ പെൻറ്റഗൺ ആവാൻ പറ്റൂ. 36 ഡിഗ്രിയോ അതിൽ കുറവാണെങ്കിൽ, അപ്പോൾ 36 ഡിഗ്രി ആണെങ്കിൽ തന്നെ 180 ഡിഗ്രി ഇന്നർ ആംഗിൾ എത്തും. അപ്പോൾ അങ്ങനെ പെൻറ്റഗൺ ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ 36 ഡിഗ്രിയിലും കുറച്ചെങ്കിലും കൂടുതലാണ് സ്മോളർ ആംഗിൾ അതിലും കൂടുതലാണെങ്കിൽ മാത്രമേ നമുക്ക് വലിയ ആംഗിൾ 180യിൽ കുറവ് വരൂ. അപ്പോൾ ഒരു ആംഗിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഒരിക്കലും 36 ഡിഗ്രി ആവാൻ പറ്റില്ല.